നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ്. പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. എങ്കിലും ഈ സാഹചര്യത്തിൽ പ്രവാസികൾ എല്ലാവരും വളരെയധികം ആശങ്കയിലാണെന്ന് അറിയാം. വീണ്ടും പഴയതുപോലെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുമോ എന്നതിൽ ആശങ്കയേറുകയാണ്. വിമാനത്താവളത്തിൽ നിലവിൽ അന്താരാഷ്ട്ര വിമാനങ്ങളിൽ എത്തുന്ന 2% ആളുകളെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ വിമാനത്താവളങ്ങളിൽ പരിശോധന വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യത ഏറുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ വിദേശത്ത് നിന്ന് എത്തിയ യാത്രക്കാരിൽ 39 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ 2% അന്താരാഷ്ട്ര യാത്രക്കാർക്കാണ് പരിശോധന. ഇത് വർദ്ധിപ്പിക്കാനും സാധ്യത ഏറുകയാണ്. അതിനാൽ തന്നെ ഇത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഏറുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് ഡൽഹി വിമാനത്താവളം സന്ദർശിക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് വിമാനത്താവളം സന്ദർശിക്കുന്നതിന് പിന്നാലെ പുതിയ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വിദേശത്ത് നിന്ന് എത്തിയ യാത്രക്കാരിൽ 6000 പേർക്ക് വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന നടത്തി. നേരത്തെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം സംഭവിച്ച് 30 മുതൽ 35 ദിവസം വരെ കഴിഞ്ഞാണ് ഇന്ത്യയിൽ തരംഗമുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്ത് ജനുവരി പകുതിയോടെ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തരംഗം ഉണ്ടായാലും രോഗതീവ്രത കുറവായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം, മരണം എന്നിവ കുറവായിരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നു. അടുത്തയാഴ്ച മുതൽ ചൈനയിൽ നിന്നും മറ്റ് 5 ഇടങ്ങളിൽ നിന്നും വരുന്ന അന്താരാഷ്ട്ര യാത്രികർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയേക്കുമെന്നാണ് സൂചന. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികർ എയർ സുവിധ ഫോം പൂരിപ്പിക്കേണ്ടതും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് RT-PCR പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതും നിർബന്ധമാക്കുമെന്നാണ് സൂചന. ജനുവരി പകുതിയോടെ രാജ്യത്ത് കോവിഡ് രോഗികൾ വർദ്ധിച്ചേക്കുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 40 ദിവസം നിർണായകമാണെന്നും മന്ത്രാലയം പറയുന്നു. വിദേശത്ത് നിന്ന് വരുന്നവരിൽ കോവിഡ് വർദ്ധിക്കുന്നതാണ് മുന്നറിയിപ്പിന് പിന്നിൽ. ചൈനയിൽ 10 ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ കോവിഡ് തരംഗം അതിന്റെ സർവ്വരൗദ്രഭാവവും പുറത്തെടുത്ത് വ്യാപിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 40 ദിവസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.